മെമ്പറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ കാശുണ്ടോയെന്ന് ചോദിച്ചത്. നമുക്ക് ആശുപത്രി പോകാനും മരുന്ന് മേടിക്കാനും കൂടിയും കാശില്ല. നമ്മൾക്ക് ഇന്ന് വരയ്ക്ക് പഞ്ചായത്തിൽ നിന്നായിട്ട് ഒരു ഉറുപ്പിയുടെ കാശ് നമ്മൾക്ക് മരുന്നിനായിട്ട് പഞ്ചായത്ത് തന്നിട്ടില്ല. നമ്മൾ കുടിവെള്ളം അടക്കം കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. എനിക്ക് വേറൊന്നും ആഗ്രഹമില്ല. ഞാൻ മരിച്ചു പോണതിൻ്റെ ഉള്ളിൽ ഇനി ഒരു കുഞ്ഞൊരു വീട് വെച്ച് അതിൽ 10 ദിവസം എനിക്ക് താമസിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിൽ ഇവരാണ് ഒരിക്കലാക്കി പോകണമെന്നൊരാഗ്രഹമുള്ളൂ. അപ്പോൾ മന്ത്രി ഉറപ്പ് തന്നതാനം തന്നെ വീട് കഴിച്ചാൽ ഇനി ബാക്കി എന്തും ചെയ്യുള്ളൂ എന്ന്. എന്നിട്ട് ദേശാഭിമാനി പത്രത്തിൽ അവർ ഇട്ടുവിൻ്റെ ഫോട്ടോ അടക്കം വീട് കൊടുക്കാമെന്നുള്ളതിൽ. എന്നിട്ട് എല്ലാം ചെയ്തിട്ടാണ് നമ്മളോട് ഈ നിലയ്ക്ക് അവർ ചെയ്യുന്നത്. ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അനന്തഞ്ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തൊടുപുഴയിൽ നിന്ന് വണ്ടി കയറി വന്ന് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 10-15 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആളാണ്. ഒരു പാമ്പ് കടിയെ തുടർന്ന് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുക. അദ്ദേഹം താമസിക്കുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. അടുത്തൊരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഒരു വീടെങ്കിലും ശരിയാവുമായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഒരു മാസത്തിൽ 2-3 തവണ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്കാണെങ്കിലും ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകത്തില്ല. അനന്തചേട്ടന് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ മൂത്ത മകൻ്റെ പഠനം വരെ ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പഠനം വരെ മുടങ്ങിയ ഒരു അവസ്ഥയിലാണ്. കൂലിപ്പണിക്ക് പോയിരുന്ന ഒരാളാണ്. കിണറിൻ്റെ റിങ് പണിക്ക് അങ്ങനെ പണി മാറ്റി വരുമ്പോൾ ഒരു ദിവസമാണ് 14 വർഷത്തിൻ്റെ മുന്നേ കനാലിൽ നിന്ന് വെച്ചിട്ട് പാമ്പ് കടിയേറ്റത്. നമ്മളങ്ങാട് വൈദ്യമഠത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ തമ്പുരാൻ പറഞ്ഞാണെങ്കിൽ പാമ്പാണ് കടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഒരു ഗുളിയെ തന്നു. അങ്ങനെ മെഷീനിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞവർ. അങ്ങനെ നമ്മുടെ വിഷമം കൊണ്ടും പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അങ്ങനെ ശരീരം വന്ന് വീർത്ത് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കാലുമ്പോൾ പഴുപ്പ് കയറി. അങ്ങനെ കാല് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത് ഡോക്ടർ. അസുഖം സീരിയസ് ആയപ്പോൾ അവർ കാലിൻ്റെ അവിടെ സർജറി ചെയ്ത് പഴുപ്പൊക്കെ എടുത്തു. ഹൃദയത്തിലേക്ക് അസുഖം ആയി. അങ്ങനെ ഹാർട്ടിന് അസുഖമായിട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇടയ്ക്ക് ബ്ലഡ് ഛർദ്ദിക്കലാണ്. നെഞ്ചുവേദനയും ബ്ലഡ് ഛർദ്ദിക്കലും ബ്ലഡ് മൂക്കിൽ നിന്ന് വരലാണ്. പിന്നെ നമ്മൾക്ക് നടക്കണതിന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരാളുടെ സഹായം വേണം. അങ്ങനെ വളരെയധികം വിഷമത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവലാണ്, ബ്ലീഡിങ് ആയിട്ടും വേദന കണ്ടിട്ടും. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. മോൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ആശുപത്രിയിലായതുകൊണ്ട്. മോളിപ്പോൾ 9ൽ പഠിക്കുന്നു. ചേട്ടാ, ഇതിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂലം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീട് ഇപ്പോൾ സ്ഥലം പാസ്സായി എന്ന് പറഞ്ഞു. അവർ 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പാസ്സായി എന്ന് പറഞ്ഞു. പിന്നെ അതിനെ പറ്റിയിട്ടോ ഒന്നുമില്ല. പിന്നെ പറഞ്ഞ് സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. ഇത് പിന്നെ ഒരു തവണ ഞങ്ങൾ മെമ്പറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ കാശുണ്ടോയെന്ന് ചോദിച്ചത്. നമുക്ക് ആശുപത്രി പോകാനും മരുന്ന് മേടിക്കാനും കൂടിയും കാശില്ല. നമ്മൾക്ക് ഇന്ന് വരയ്ക്ക് പഞ്ചായത്തിൽ നിന്നായിട്ട് ഒരു ഉറുപ്പിയുടെ കാശ് നമ്മൾക്ക് മരുന്നിനായിട്ട് പഞ്ചായത്ത് തന്നിട്ടില്ല. അതുപോലെ ഞാൻ ചോദിച്ചു എൻ്റെ രേഖകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ എല്ലാ കടലാസും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഒരു കളിയാക്കിയുള്ള പോലെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് മറുപടി തന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഇത് ക്യാൻസർ രോഗികൾക്കുള്ള സഹായം, നിങ്ങൾക്കൊന്നും സഹായം കിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പോരുക ചെയ്തത്. അത്രയും നമ്മൾ കുടിവെള്ളം അടക്കം കാശ് കൊടുത്തിട്ടാണ് മേടിക്കണത്. ഒരു കുടിവെള്ളത്തിനടക്കം നമ്മൾക്കൊരു ഇത് കാര്യം ചെയ്യണില്ല. നിങ്ങൾ ഈ ഇടിഞ്ഞു പൊളിയാറായി വീട്ടിലാണ് ഈ അടുക്കള ഇടിവെട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. 4 വർഷത്തിൻ്റെ അടുത്തോളമായി. ഇന്ന് വരയ്ക്ക് അതിന്മ പറ്റിയിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. എത്ര പേടിച്ചിട്ട് അവർ അടുക്കളയിൽ പെരുമാറണമെന്നറിയോ. അത്രയും വിഷമത്തില്ല. എനിക്ക് വേറൊന്നും ആഗ്രഹമില്ല. ഞാൻ മരിച്ചു പോണതിൻ്റെ ഉള്ളിൽ ഇനി ഒരു കുഞ്ഞൊരു വീട് വെച്ച് അതിൽ 10 ദിവസം എനിക്ക് താമസിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിൽ ഇവരാണ് ഒരിക്കലാക്കി പോകണമെന്നൊരാഗ്രഹമുള്ളൂ. ഇനി എപ്പോഴും അറ്റാക്ക് വരിക ഞാൻ മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അത്രയും വിഷമിച്ചിട്ട് എൻ്റെ ദുരിതം കാണാൻ ആരുമില്ല. എനിക്ക് ഗവൺമെൻറ്റും ഇല്ല. അവർ വോട്ടായ സമയത്ത് വരും എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്യാനായിട്ട്. വീഡിയോ ഇത്രയും കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള സർക്കാരോ കാര്യങ്ങളോ ഒന്നും ഇവരെ ഒന്നുമില്ല. സാധാരണക്കാരൻ എന്ത് പറ്റിയാലും ഒന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലിനെ മൊത്തമായിട്ട് നമ്മൾ കേരളത്തിലുള്ള ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരിലേക്കും തരുവാണ്. വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നവരിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിക്കണം, സഹായിക്കണം. നമ്മൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യണം. കാരണം ഈ വീഡിയോക്ക് ജനറേറ്റ് ആവുന്ന ക്യാഷ് ഇവർക്ക് കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക്, അതായത് ഇവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ഇവരുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക. വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നവരിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുമെങ്കിലും ചെയ്യണം. കാരണം ഇവർ 10 വർഷമായിട്ട് ഈ നാട്ടിലുണ്ടായിട്ടും
ഇവിടുത്തെ ഗവൺമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവരെ നോക്കാതിരിക്കുകയാണ്. നമ്മൾ ജനങ്ങളെല്ലാം കൂടി ഇവരെ ഹെൽപ്പ് ചെയ്ത് ഉടനെ തന്നെ ഇവർ വലിയൊരു കൊട്ടാരം ഒന്നുമല്ല ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു വീട്ടിലേക്ക് ഇവർ ഉടനെ മാറുന്നൊരു സ്ഥിതിയിലേക്ക് വരണം. അത് നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുകയും ചെയ്യും. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ചേട്ടനെ നേരിട്ട് വിളിക്കാം. എവിടെയാണ് ചികിത്സിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളെല്ലാം ചേട്ടൻ്റെ കയ്യിലുണ്ട്.